സെക്രട്ടേറിയറ്റ് OE പരീക്ഷയുടെ മെയിൻ പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. രാവിലെ 10:30 മുതൽ നിങ്ങളെല്ലാവരും ഹാളിലെത്തിയിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിരിക്കട്ടെ എന്ന് കരുതി ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ രാത്രി തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമേഖലകൾ ഞങ്ങൾ അഡ്മിൻ മുഖാന്തരം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതിലൊന്ന് ചർച്ചയ്ക്ക് ക്ഷണിച്ചേക്കാം. ഈ ഒരു പരീക്ഷ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ അടങ്ങുന്ന ഒരു പരീക്ഷയായിരിക്കും. അത്യാവശ്യം നല്ല ടഫസ്റ്റ് പരീക്ഷയായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പരീക്ഷയാണ്. ഗാന്ധിജിയുടെ സമരങ്ങളുമായി ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം, ഭൂപടവുമായി ബന്ധപ്പെട്ട ചോദ്യം. അടുത്തിടെ നടന്ന സിവിൽ എക്സൈസ് ഓഫീസറിന് പഞ്ചവത്സര പദ്ധതികളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യോജനകൾ പദ്ധതികളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, നികുതികളുമായി ബന്ധപ്പെട്ട ചോദ്യം, ആസൂത്രണ ബോർഡ് പ്ലാനിംഗ് ബോർഡിൽ നിന്നൊരു ചോദ്യം, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നു. 15 ഉത്തരമായി വരുന്ന സാമൂഹ്യനീതി വകുപ്പിൽ നിന്നൊരു ചോദ്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു. അതുപോലെ ഒരു അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ചൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നു. കേന്ദ്രഭരണ പ്രദേശം ഉത്തരമായി വരുന്നൊരു ചോദ്യം, പുതിയ ഇനം സസ്യങ്ങൾ അല്ലെങ്കിൽ ജീവികൾ, അതിൽ നിന്നൊരു കറണ്ട് അഫെയർ. ബയോളജിയിൽ രാസാഗ്നിയിൽ നിന്നും അതേപോലെ രോഗങ്ങളിൽ നിന്നും ഒരു ചോദ്യം, നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം, ഒരു കണക്ക് ചോദ്യം ഫിസിക്സിൽ നിന്നും, മഴവില്ലുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം, കർഷണവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം, വള്ളംകളിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം, സ്പോർട്സിലെ ഇന്ത്യൻ വനിതകളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഇംഗ്ലീഷിലൊരു ക്വസ്റ്റ്യൻ ടാഗ്, ഒരു പാസീവ് വോയിസ്, ഒരു ടെൻസ് കറക്ഷൻ, തദ്ധിതവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം മലയാളത്തിൽ നിന്ന്, മേയനാമം ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പരീക്ഷയെ ആസ്പദമാക്കി ഒരു സാധ്യതാ മേഖലകളാണ് പറഞ്ഞത്. അപ്പോൾ ഇതേ കണക്കിന് വരണമെന്ന് നിർബന്ധം പറയുന്നില്ല, പക്ഷേ എങ്കിലും ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നാളത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗങ്ങൾ ഞങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിച്ചേക്കാം. ഇനി CA ക്വസ്റ്റ്യൻസ് വരുന്നതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയൊക്കെ ആയാലും ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. ഇതിൻ്റെ കട്ട് ഓഫ് എത്രയൊക്കെ ആയാലും 70 എബോവ് തന്നെ വരുന്നതായിരിക്കും. എത്ര ടഫായാലും അത്രത്തോളം ടഫാക്കിയാലും ഇതിൽ ഒരുപാട് ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് ഉറപ്പായും ഒരു വലിയൊരു കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ടഫാവണം, അത്രയും ടഫാക്കാൻ സാധ്യതയുമില്ല. ഇത് OA പരീക്ഷ ആയതുകൊണ്ട്. എന്നിരുന്നാൽ പോലും പരീക്ഷകളിൽ LGS ലെവലിലുള്ള ചോദ്യങ്ങൾ കുറവായിരിക്കും. നല്ലൊരു കോമ്പറ്റീഷൻ എക്സാം ആയിരിക്കും എന്നൊരു കാര്യം പ്രതീക്ഷിക്കുക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻ്റെ നിലവാരം ഒന്ന് നോക്കിയ ശേഷം അറ്റൻഡ് കൂട്ടണോ വേണ്ടയോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അറ്റൻഡ് ചെയ്യുക. CA പാർട്ടിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളൊന്ന് എടുത്ത് പറഞ്ഞോട്ടെ. ആദ്യം തന്നെ നിങ്ങൾ തൊട്ടടുത്ത് ചോദിച്ച സിവിൽ എക്സൈസ് ഓഫീസറിന് ചോദിച്ച ചോദ്യങ്ങൾ ഒന്ന് CA ക്വസ്റ്റ്യൻസ് പരിശോധിച്ച് വേണം ഇതിലെ ക്വസ്റ്റ്യനും കൂടെ നോക്കേണ്ടത്. ജിയോഗ്രഫി ഹിസ്റ്ററി ഭാഗത്തിൽ നിന്ന് സ്കൂൾ ടെസ്റ്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ 23 മോഡൽ ഒരെണ്ണം ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കറണ്ട് അഫെയർസിൻ്റെ എണ്ണം കുറവായിരിക്കുമെന്നും ഒരു പ്രതീക്ഷയുണ്ട്. ഇത്ര കാര്യങ്ങളാണ്. ഈ നാളെ എന്തായാലും എക്സാം കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ചൊരു കറക്റ്റ് ഔട്ട്ലൈൻ ഞങ്ങൾക്ക് നൽകാനാവും. ഞങ്ങളുടെ ഈ എക്സ്പെക്റ്റേഷൻ കറക്റ്റ് ആണെങ്കിൽ അതിനുവേണ്ടി ഒരു തെളിവിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. നാളത്തെ വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.